നല്ല സ്വാദിഷ്ടമായ മുട്ടയച്ചാർ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒപ്പം മികച്ച ഒരു കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ മുട്ട 5-6 എണ്ണം എടുക്കുക. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി 10-15 അല്ലി എടുത്ത് അത് വൃത്തിയാക്കി വയ്ക്കുക. പച്ചമുളക് 4-5 എണ്ണം. അതുപോലെ കറിവേപ്പില 2 തണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഉലുവാപ്പൊടി ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ. കായപ്പൊടി 1 നുള്ള്. വിനാഗിരിയുടെ അടപ്പിന് ഒരു ചെറിയ കപ്പ് അടപ്പിന്. നല്ലെണ്ണ ആവശ്യത്തിന്. ഉപ്പ് പാകത്തിന്. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത്, പുഴുങ്ങിയ മുട്ടയുടെ തോട് കളഞ്ഞ് 4ആയി മുറിക്കുകയോ അല്ലെങ്കിൽ മുഴുവനോട് വശങ്ങളിൽ വരയുകയോ ചെയ്യുക. അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെളിച്ചെണ്ണയിൽ ചെറുതായി ഒന്ന് വറുത്തെടുത്ത് അച്ചാർ കൂടുതൽ രുചിയുള്ളതാകും. അതുപോലെ തന്നെ ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ എടുത്ത് അതിൽ കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പില എന്നിവയിട്ട് ചേർത്ത് നന്നായി വഴറ്റുക. തീ കുറച്ച് വെച്ച ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കുക. ഇതിലേക്ക് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി തിളപ്പിക്കുക. മസാല തിളച്ച് വരുമ്പോൾ വറുത്തു വെച്ചിരിക്കുന്ന മുട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല മുട്ടയിൽ നന്നായി പിടിക്കുന്നത് വരെ കുറഞ്ഞ തീയിൽ 2 മിനിറ്റ് ഇളക്കുക. നന്നായി തണുത്ത ശേഷം വായു കടക്കാത്ത ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് അച്ചാറിന് കൂടുതൽ രുചിയും ആയുസ്സും നൽകുന്നത്. ഒരുപാട് നാളിരിക്കും നല്ലെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ. മുട്ട ചേർത്ത ശേഷം അധികം ഇളക്കരുത്. മുട്ട അപ്പം ഉടഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കി 1 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ രുചി. ഇത് എത്ര ദിവസം കേടാവാതെ ഇരിക്കും എന്നതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നല്ല സ്വാദിഷ്ടമായ മുട്ടയച്ചാർ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒപ്പം മികച്ച ഒരു കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ മുട്ട 5-6 എണ്ണം എടുക്കുക. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി 10-15 അല്ലി എടുത്ത് അത് വൃത്തിയാക്കി വയ്ക്കുക.